ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. സോ നാളെ നമുക്ക് ചങ്ങനാശ്ശേരിയിൽ വർക്ക് ഉണ്ട് കേട്ടോ ഗൈസ്. സോ ടെൽമയാണ് എന്നെ അസിസ്റ്റ് ചെയ്യാൻ വന്നത്. അവൾ വന്നിട്ട് വേണം നമുക്ക് ബാഗ്സ് ഒക്കെ പാക്ക് ചെയ്യാൻ, പിന്നെ നമുക്ക് കുറച്ച് ജ്വല്ലറീസ് ഒക്കെ അറേഞ്ച് ചെയ്യാനുണ്ട് കേട്ടോ. അതെ അതെ അതെ, ആത്മാർത്ഥതയോടെ ജോലി ചെയ്യണത് ആണല്ലേ. പണിയെടുത്തു പണിയെടുത്തു. വേറെ ഇനിയൊന്നുമില്ല. പ്രാവശ്യം അരപ്പട്ട മാത്രമേ ഉള്ളൂ. പ്രാവശ്യം അരപ്പട്ട ഇത് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ബ്രൈഡിൻ്റെ കയ്യിലുണ്ട്. നോട്ടമുണ്ട്. അതെനിക്ക് മനസ്സിലായി, നിന്റെ നോട്ടം അതിലോട്ടാണ്. അതെ, അതിന്റെ ഉത്തരവാദി. അതെ. ഇല്ല, അതൊക്കെ കൺസീലറാ. സോ നമ്മൾ 2 ബാഗ്സേ കൊണ്ടുവന്നുള്ളൂ. ഒന്ന് ഈ സൂട്ട് കേസും പിന്നെ ഫസ്റ്റ് ഞാൻ കാണിച്ച ബാക്ക് പാക്കും ആണ് നമ്മൾ കൊണ്ടുവന്നത്. സൂട്ട് കേസിൽ നമ്മൾ മേക്കപ്പ് ഓരോ പൗച്ചസിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ച് എല്ലാം അവൾക്ക് കാണിച്ചു കൊടുക്കായിരുന്നു. കാരണം ഞാൻ ഇപ്രാവശ്യം കുറേ പൗച്ചസ് മാറ്റി എല്ലാം വേറെ പൗച്ചസിലോട്ട് ആക്കിയിട്ടുണ്ടായി. അപ്പോൾ ഓരോ സാധനങ്ങൾ അവൾ എടുത്ത് നോക്കുകയാണ്, ഏതൊക്കെ എന്തിലാണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട്. സോ ബാഗ്സ് അറേഞ്ച് ചെയ്തു. പിന്നെ നമുക്ക് അരപ്പട്ട മാത്രം കൊണ്ടുപോകാനുള്ളൂ. അപ്പോൾ ഓരോ ബോക്സിൽ അരപ്പട്ടാസൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചു. നമ്മൾ ഉച്ചയ്ക്ക് ഒരു 1:30-2 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ടോ. എന്നിട്ട് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. നമുക്ക് 3 മണിക്കാണ് കേട്ടോ ട്രെയിൻ. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറി ഗൈസ്. ഞങ്ങൾ കഴിക്കാനുള്ള ഫുഡ് മേടിച്ചിട്ടാണ് വന്നത്. ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് ഒന്നും മേടിച്ച് ഞങ്ങൾ കഴിക്കാറില്ല കേട്ടോ. ആകെ ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് ബ്രെഡ് ഓംലേറ്റ് മേടിച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഒറ്റയ്ക്കൊക്കെയാണ് ട്രാവൽ ചെയ്യണമെങ്കിൽ കയ്യിൽ വെള്ളവും നട്ട്സൊക്കെ കരുതും. ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് ഒന്നും ഞാൻ മേടിച്ച് കഴിക്കാറില്ല. ഫൈനലി നമ്മൾ ചങ്ങനാശ്ശേരിയിൽ എത്തിയിട്ടോ. നമ്മുടെ ബ്രൈഡ് നമുക്ക് റൂമൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ റൂമിലെത്തി ഫ്രഷ് ആയി. പിന്നെ നൈറ്റും നമ്മളൊന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ട് അവിടെ ഷോപ്സ് ഒക്കെ ഉണ്ടാകും നോക്കി. അപ്പോൾ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി തിരിച്ച് വന്നിട്ട് ഞങ്ങൾക്ക് വിശന്നു. അപ്പോൾ ഞങ്ങൾ സൊമാറ്റോയിൽ നോക്കിയപ്പോൾ KFC ആയിരുന്നു. നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള പ്ലേസ്. അപ്പോൾ KFCന്ന് ഞങ്ങൾ ഫുഡ് മേടിച്ചു. അങ്ങനെയെങ്കിലും വന്നല്ലാടി. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. നമ്മുടെ ബ്രൈഡിന്റെ സാരി അയൺ ചെയ്യാനുണ്ട്. പിന്നെ സെക്കൻഡ് സാരി നമുക്ക് ബോക്സ് ഫോൾഡ് ചെയ്ത് കൊടുക്കാനുണ്ട്, താളത്തിൽ വെക്കാനുള്ളതാണ്. നമ്മൾ സാരി എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഉറങ്ങാൻ പോകട്ടോ. നാളെ രാവിലെ 3 മണിക്ക് എഴുന്നേക്കാനുള്ളത്. സോ അത്രയുള്ള ഗൈസ്, ടേക്ക് കെയർ.